ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഇത്തവണ ഒന്നാം സ്ഥാനത്തേക്കാണ് ബിജെപി മത്സരിക്കുന്നതെന്നും അതിനുള്ള അന്തരീക്ഷം ഷൊർണൂരിൽ ഉണ്ടെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നും ശങ്കുട്ടി ദാസ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫും ബിജെപിയും തമ്മിൽ നിസ്സാര വോട്ടുകളുടെ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ എന്നും യുഡിഎഫിന്റെ സംഘടനാ സംവിധാനം പിന്നോട്ടാണ് പോയിട്ടുള്ളതെന്നും അതേസമയം ബിജെപി മുന്നിലോട്ട് യാത്ര ചെയ്യുകയായിരുന്നു എന്നും ബിജെപിയുടെ വോട്ട് വർദ്ധിച്ചിട്ടുള്ളതായും ഷൊർണൂർ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ് പറഞ്ഞു. ഷൊർണൂർ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബി.ജെ.പി ഇവിടെ മൂന്നാം സ്ഥാനത്താണെന്ന് പറയാൻ പറ്റില്ല. അത് വളരെ സാങ്കേതികം മാത്രമാണ് ആ മൂന്നാം സ്ഥാനം. കാരണം കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം വെറും 750 വോട്ടുകളുടെ മാത്രമായിരുന്നു. യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് 37,750 വോട്ടും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിക്ക് 36,950 വോട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ചെറിയ വ്യത്യാസത്തിന് മാത്രമാണ് ബി.ജെ.പിക്ക് രണ്ടാം സ്ഥാനം നഷ്ടപ്പെടുന്നത്. എന്നാൽ അതിനുശേഷം യു.ഡി.എഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സംഘടനാ സംവിധാനം ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല. അത് അവിടെ നിന്ന് പിന്നെയും പുറകോട്ടാണ് പോകുന്നത്. എന്നാൽ അതിനുശേഷവും വളരെ കൃത്യമായി ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം ഷൊർണൂർ മണ്ഡലത്തിൽ മുന്നോട്ടാണ് വന്നിട്ടുള്ളത്. കൂടുതൽ അച്ചടക്കത്തോടു കൂടിയിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത്തവണ ഒന്നാം സ്ഥാനത്തേക്കാണ് ബി.ജെ.പി മത്സരിക്കുന്നതെന്നും അതിനുള്ള അന്തരീക്ഷം ഷൊർണൂരിൽ ഉണ്ടെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നും ശങ്കുട്ടി ദാസ് പറഞ്ഞു. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നല്ല പ്രകടനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ബി.ജെ.പിയുടെ വോട്ടുകൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലെങ്കിൽ ഇത്തവണ മൂന്നാം സ്ഥാനത്തെ രണ്ടാം സ്ഥാനക്കാളും മത്സരമല്ല ബി.ജെ.പിയോട് നടത്തും. ഇത്തവണ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്താനുള്ള മത്സരം തന്നെയാണ്. അതിന് സാധിക്കുന്നൊരു അന്തരീക്ഷം ഈ മണ്ഡലത്തിൽ സംജാതമായിട്ടുണ്ട്. കേരളത്തിലുടനീളം വലിയ കുതിപ്പാണ് ബി.ജെ.പി ഇത്തവണ നടത്താൻ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ മാറാത്തത് ഇനി മാറും. ഒരുപാട് കാലമായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു മാറ്റം ഇത്തവണ കൊണ്ടുവരാൻ സാധിക്കും. ഇടതും മതിയായി വലതും മതിയായി, ഇനിയൊരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ തയ്യാറാണ് എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അർഹിക്കുന്ന വളർച്ച പിടിപ്പുകേടുകൊണ്ടാണ് ഷൊർണൂരിന് നഷ്ടമായതെന്നും റെയിൽവേ ഹബ്ബ്, കാർഷിക മേഖല, സാംസ്കാരിക മേഖല എന്നിങ്ങനെ മുന്നിൽ നിൽക്കുന്ന മണ്ഡലത്തിന് ആവശ്യമായ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞ ഭരണകർത്താക്കൾക്ക് സാധിച്ചില്ല എന്നും ഇത് പരിഹരിക്കാൻ ബി.ജെ.പി വരണമെന്നുമാണ് ശങ്കുട്ടി ദാസ് പറയുന്നത്. ചരിത്രപരമായിട്ടുള്ള ആനുകൂല്യങ്ങളുള്ളൊരു മണ്ഡലം എങ്ങനെയാണ് പിടിപ്പുകേട് കൊണ്ട്, എങ്ങനെയാണ് ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് അർഹിക്കുന്ന വേഗത്തിലേക്ക് കുതിക്കാൻ സാധിക്കാതെ പുറകോട്ടായി പോയത് എന്നുള്ളത് ഷൊർണൂരിലെ ജനങ്ങളുടെ നിത്യജീവിതത്തിലെ യാഥാർത്ഥ്യമാണ്. ഒരു സ്മാർട്ട് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തക്കവണ്ണം എല്ലാ പൊട്ടൻഷ്യലുള്ളൊരു നഗരം 7 മണിയായി കഴിഞ്ഞാൽ ആളൊഴിഞ്ഞ് കിടക്കുന്ന ഒരു സാധാരണ കുഗ്രാമമായി പോലും പലപ്പോഴും പരിഗണിക്കപ്പെടുന്നതിന് കാരണം എന്താണ്? ഷൊർണൂർ പോലെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ഹബ്ബാണ് ഷൊർണൂർ. കാർഷിക ഇതിൻ്റെ കാര്യത്തിൽ നോക്കിയാലും ഇൻഡസ്ട്രിയൽ മേഖലയുടെ കാര്യം നോക്കിയാലും വലിയ പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ് ഷൊർണൂർ. അതേപോലെ തന്നെ സാംസ്കാരികമായി വിവേകാനന്ദ സ്വാമികൾ വന്നത് മുതൽ കേരളത്തിലെ പ്രധാനപ്പെട്ട കലകളുമായി ബന്ധപ്പെട്ട വലിയ അടുപ്പമുള്ള മണ്ഡലമാണ് ഷൊർണൂർ. അങ്ങനെയുള്ള ഒരുപാട് പൊട്ടൻഷ്യൽ ഷൊർണൂരിനുണ്ട്. ഷൊർണൂരിൽ ഒരു ട്രയാങ്കുലർ 2021 തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ നിന്നും മത്സരിച്ച ശങ്കുട്ടി ദാസ് ഇത് രണ്ടാം തവണയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ മുൻ പരിചയമില്ലാത്തതിന്റെ അപാകതകൾ ഉണ്ടായിരുന്നതായും ഇക്കുറി അനുഭവങ്ങളിൽ നിന്നും നന്നായി പഠിച്ചുകൊണ്ടാണ് താൻ മത്സരിക്കുന്നതെന്നും ശങ്കുട്ടി ദാസ് പറഞ്ഞു. 2021 എന്നോട് മത്സരിക്കാൻ പാർട്ടി ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഞാൻ അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിചയക്കുറവിൻ്റേതായിട്ടൊരു പുതിയ ആളുടേതായിട്ടുള്ള എല്ലാ പരിഭ്രമങ്ങളും എല്ലാ തരത്തിലുള്ള പരിചയക്കുറവുകളും ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ലൊരു അനുഭവമായിരുന്നു. ആ അനുഭവത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും കുറേ കൂടി നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം എനിക്ക് സംഘടനയിൽ ചുമതലയുണ്ടായിരുന്നു. 2022 മുതൽ ഞാൻ പാർട്ടിയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ സംസ്ഥാന കൺവീനറാണ്. 2025 മുതൽ പാർട്ടിയുടെ സംസ്ഥാന വക്താവാണ്. അപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് തുടർച്ചയായിട്ട് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം തെരഞ്ഞെടുപ്പുകൾ ഈ സമയത്ത് പാർട്ടിയുടെ ഭാഗത്തിൽ നിന്ന് നേരിടാൻ സാധിച്ചിട്ടുണ്ട്. പാലക്കാട് പോലെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൻ്റെ ഇൻചാർജായി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം രണ്ടാമത്തെ തവണ മത്സരിക്കുമ്പോൾ കൂടുതൽ അനുഭവ സമ്പത്തും കൂടുതൽ കരുത്തും തരുന്നുണ്ടെന്നുള്ള തന്നെയാണ് എൻ്റെ വിശ്വാസം.